പി.സി. ജോർജിനെതിരായ വിദ്വേഷ പരാമർശ കേസിൽ പരാതിക്കാർക്ക് ഭീഷണി. ബി.ജെ.പി. ബി.എം.എസ് നേതാവ് ഗിരീഷ് വാഗമൺ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് പരാതിക്കാരായ യൂത്ത് ലീഗ് നേതാക്കൾ പരാതി നൽകി. ഈരാറ്റുപേട്ട പോലീസിലാണ് സ്ക്രീൻഷോട്ട് അടക്കം പരാതി നൽകിയത്. വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലായ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ജോസി ബാബു ചേരുന്നു. ജോസി, ഇവരുടെ ഭാഗത്തു നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ഭീഷണികൾ സ്വാഭാവികമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഭീഷണി, ആർക്കാണ് വന്നത്, എന്ത് പരാതിയിൽ പോലീസ് കേസെടുത്തോ, മറ്റു വിശദാംശങ്ങളൊപ്പം തന്നെ എപ്പോഴാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്? ധന്യ, പി.സി. ജോർജിനെതിരെ നീക്കം നടത്തിയവർക്ക് തിരിച്ചടി ഉറപ്പ് എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്കിൽ ഗിരീഷ് വാഗമൺ എന്ന ബി.ജെ.പി. നേതാവ് ഭീഷണി മുഴക്കിയത്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസിലാണ് യൂത്ത് ലീഗ് നേതാക്കളായ യഹിയ, ഷിഹാബ് എന്നിവർ സ്ക്രീൻഷോട്ട് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് പരാതിയുടെ റെസിപ്റ്റ് ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് പി.സി. ജോർജ്. അറസ്റ്റിലായതിന് പിന്നാലെ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പിലെ വ്യതിയാനവും രക്തത്തിലെ പഞ്ചസാര ഉയർന്നതിനെ തുടർന്നായിരുന്നു പി.സി. ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ പി.സി. ജോർജിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 48 മണിക്കൂർ നിരീക്ഷണം പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും ആശുപത്രിയിൽ തന്നെ തുടരേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നാളത്തെ പരിശോധന കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ പി.സി. ജോർജിനെ ഡിസ്ചാർജ് ചെയ്യുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഓക്സിജൻ മാസ്കിൻ്റെ സപ്പോർട്ട് കൂടിയാണ് പി.സി. ജോർജ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനിടെയാണ് ഇന്ന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സി. ജോർജിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അല്പസമയത്തിനകം ജാമ്യ ഹർജി പരിഗണിക്കും. പി.സി. ജോർജിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. തുടർച്ചയായ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പി.സി. ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുക. അതേസമയം പി.സി. ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെക്കും. എന്തായാലും ഇരു വിഭാഗങ്ങളുടെയും വിശദമായ വാദം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും ഒക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സി. ജോർജിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കും. നേരത്തെ അറസ്റ്റിലായ അന്ന് തന്നെ പി.സി. ജോർജ് ജാമ്യ ഹർജി നൽകിയിരുന്നെങ്കിലും അന്ന് കോടതി തള്ളിയിരുന്നു. ധന്യ. ശരി ജോസി.